നമ്മൾ ഒരിക്കൽ കൂടി തിരുവനന്തപുരത്തേക്ക് പോവുകയാണ്. അവിടെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. MG പ്രതീഷ്, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? അനുജ, തിരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലേത് ഒരു ചരിത്ര നിമിഷം കൂടിയാണ്. ആദ്യത്തെ BJP മേയറായി VV രാജേഷ് അല്പസമയത്തിനകം സത്യപ്രതിജ്ഞ ചെയ്യും. ഒരു സ്വതന്ത്രന്റെ പിന്തുണ കൂടി ലഭിച്ചതോടുകൂടി തന്നെ 51 എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് BJPക്ക് എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് ആശങ്കകളൊന്നും തന്നെ ഇല്ല. വലിയ വിശ്വാസത്തിലാണ് BJP ഉള്ളത്. R. ശ്രീലേഖ ഉൾപ്പെടെയുള്ള കൗൺസിൽ അംഗങ്ങൾ രാവിലെ തന്നെ എത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറുടെ ഓഫീസിന് മുന്നിലാണ്. ഇതുവരെയുള്ള മേയറുടെ പേരുകൾ വർഷങ്ങളൊക്കെ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ 47ാമത്തെ മേയറായിരിക്കും VV രാജേഷ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ചുമതലയേൽക്കുന്നത്. ഈ മേയർ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇവിടെ VV രാജേഷ് എത്തി ഔദ്യോഗികമായി തന്നെ ഈ മേയറായി ചുമതലയേൽക്കും. ഈ നടപടിക്രമങ്ങൾ ഇവിടെ LDFും UDFും മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നുണ്ട്. LDFിൽ നിന്ന് RP ശിവജിയാണ് മേയർ സ്ഥാനത്തേക്ക് മത്സരിക്കുക. ഒപ്പം UDFിൽ നിന്ന് KS ശബരിനാഥനും മത്സരിക്കുന്നുണ്ട്. ഈ കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തിയതോടുകൂടി തന്നെ BJPക്ക് ഒരു അനായാസ വിജയം ഈ മേയർ തിരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് കടക്കും. കളക്ടർ അനുകുമാരിയാണ് വരണാധികാരി. അനുകുമാരിയുടെ നേതൃത്വത്തിലാണ് ഇപ്പോൾ നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. നേരത്തെ തന്നെ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ തന്നെ കൗൺസിൽ അംഗങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ഓപ്പൺ ബാലറ്റ് വഴിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഓരോ ബാലറ്റിലും 3 മേയർ സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉണ്ടാകും. ആ പേരിന് നേരെ തങ്ങൾ ആരെ തിരഞ്ഞെടുക്കുന്നു ആ സ്ഥാനാർത്ഥിയുടെ പേരിന് നേരെ ഇൻഡു മാർക്ക് ചെയ്യണം. അങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഒപ്പം ആ ബാലറ്റിന് പുറകിൽ ഓരോ കൗൺസിൽ അംഗങ്ങളും തന്റെ പേരും ഒപ്പം രേഖപ്പെടുത്തണം. അതിനുശേഷമായിരിക്കും ആകെ എണ്ണം പ്രഖ്യാപിക്കുകയും മേയർ ആര് എന്ന കാര്യത്തിൽ ഔദ്യോഗികമായ പ്രഖ്യാപനം വരണാധികാരി നടത്തുകയും ചെയ്യുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഈ മേയർ സ്ഥാനാർത്ഥി ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നതിൽ ചില അനിശ്ചിതത്വങ്ങളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. R. ശ്രീലേഖയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ശ്രീലേഖയെ അവസാന നിമിഷം വരെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കൊണ്ടുവന്ന ശേഷമാണ് VV രാജേഷിലേക്ക് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ അനുനയ നീക്കങ്ങളൊക്കെ തന്നെ ഒരു വശത്ത് BJP നടത്തുന്നുണ്ട്. പക്ഷേ വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് ഓരോ കൗൺസിൽ അംഗങ്ങളും ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എത്തിയിട്ടുള്ളത്. VV രാജേഷിനെ വലിയ അഭിവാദ്യങ്ങളോടെയാണ് ഓരോ അണികളും സ്വീകരിച്ച് കോർപ്പറേഷനിലേക്ക് എത്തിച്ചിട്ടുള്ളത്. പ്രധാനമായും തിരുവനന്തപുരത്തിന്റെ വികസനം മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനമായിരിക്കും എന്നതാണ് VV രാജേഷ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം പ്രധാനമന്ത്രിയെ 45 ദിവസത്തിനകം എത്തിക്കും എന്നുള്ള ആ ഒരു പ്രഖ്യാപനം കൂടി നടപ്പിലാക്കുമെന്നുള്ള ഉറപ്പാണ് ഓരോ നേതാക്കളും പറഞ്ഞിരിക്കുന്നത്. സത്യപ്രതിജ്ഞ ഈ ചടങ്ങ് കാണാനായി തലസ്ഥാനത്ത് വോട്ടെടുപ്പ് നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്നതാണ് MT പ്രദേശ് നൽകിയ വിവരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.